രാഹുലിനെ കള്ളപ്പണക്കാരനാക്കാൻ CPM പോലീസിനെ ഉപയോഗിച്ച അർദ്ധരാത്രി കളിച്ച റെയ്ഡ് നാടകം അന്ന് തന്നെ 8 നിലയിൽ പൊളിഞ്ഞതാണ്. എന്നാൽ ഒരു തെളിവും കണ്ടെത്താനായില്ലെന്നും കള്ളപ്പണാരോപണത്തിൽ കഴമ്പില്ലെന്നും പോലീസ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടും ലെവലേശം ഉളുപ്പില്ലാതെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പുലമ്പിയത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ഇനി നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം. പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ, പോലീസ് ഒന്നും കണ്ടെത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കുർവാ സംഘത്തിന് ചോദ്യം ചെയ്യുമാർ ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പരിമിതിയില്ലേ? കുർവാ സംഘത്തിന് ചോദ്യം ചെയ്യും പോലെ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ വെളി വരും. പക്ഷേ നമ്മുടെ പോലീസ് സേനയ്ക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പം നടത്തിയ അന്വേഷണം ഞങ്ങൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായി ഞാൻ പറയുന്നു, കള്ളപ്പണം അവിടെ വന്നിട്ടുണ്ട് എന്നും അവിടെ നിന്ന് തിരികെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതും വസ്തുതയാണ്. ഇനി സുരേഷ് ബാബുവിനോടൊരു വാക്ക്. തനിക്ക് നട്ടിലുണ്ടെങ്കിൽ കുർവാ സംഘത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ അന്ന് മികച്ച ഭാവാഭിനയം കാഴ്ചവെച്ച റഹീമിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലീസിനോട് പറ. ആ റെയ്ഡ് നാടകത്തിന് പിന്നിലെ അണിയറ ശില്പികൾ ആരൊക്കെയാണെന്ന് ജനങ്ങളും അറിയട്ടെ. അല്ലാതെ വെറുതെ ഓരോന്നും പുലമ്പി സഖാക്കൾ തന്നെ തന്റെ മുഖത്ത് നോക്കി ആട്ടുന്ന അവസ്ഥയിലേക്ക് എത്തരുതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.